തുടരുക നമുക്കൊപ്പം ശ്രീമതി മാലാ പാർവതി ചേരുകയാണ്. ശ്രീമതി മാലാ പാർവതി, ഇപ്പോൾ അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് പ്രാഥമികമായി ഇതിൽ മൊഴി നൽകിയ ആളുകളോട് വീണ്ടും ചോദിക്കുന്നു, അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസെടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ നീക്കത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ഇത് തന്നെയാണ് നമ്മൾ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം കംപ്ലൈന്റ് കൊടുത്ത് വീണ്ടും ഒന്ന് കംപ്ലൈന്റ് കൊടുക്കാന്നല്ല, ഒരു IPS ഓഫീസറിനെ കാണും ഏൽപ്പിച്ചിട്ട് എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കുക എന്നുള്ളത്. നമുക്ക് നിയമം മാത്രമല്ലേ നമുക്ക് രക്ഷയുള്ളൂ. കാരണം നമ്മൾ പുരുഷന്റെ പക്ഷമല്ല, സ്ത്രീയുടെ പക്ഷമല്ല. നമുക്ക് ന്യായം നടക്കണം, നീതി നടക്കണം. തെറ്റ് എന്ന് വെച്ചാൽ നമുക്ക് സുരക്ഷിതമായ ഒരു ഇടം വേണം, മനസ്സിലായോ? അപ്പം ആരോപണങ്ങൾ നമുക്ക് വേണ്ട, പക്ഷെ പിന്നെ ആക്രമണങ്ങളും പാടില്ല, ഒരു കാരണവശാലും പാടില്ല. നമുക്ക് ചെറുക്കുക തന്നെ വേണം. അപ്പം അതിന് അന്വേഷണം മാത്രമേ ഉള്ളൂ ഇതിന് വഴി. അന്വേഷിക്കുമ്പോൾ മാത്രമേ നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പം അത് ചെയ്യണം. ശ്രീമതി മാലാ പാർവതി, നെല്ലും പതിരും തിരിക്കുക എന്ന് പറയുമ്പോൾ ആ തിരിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി കൂടി ഈ മൊഴി നൽകാനായി തയ്യാറെടുക്കുന്ന ആളുകൾ നോക്കുന്ന സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. എന്തുകൊണ്ട് പോലീസിന് മുന്നിൽ അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ പോയില്ല എന്നതും ഈ മൊഴി നൽകാൻ വന്ന സ്ത്രീകളൊക്കെ ഹേമ കമ്മിറ്റിയോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയമാണ്, ഞങ്ങൾ ഈ മൊഴി നൽകാൻ വരുന്നതിനെ കുറിച്ച് വേട്ടക്കാരൻ അറിയും. ആ വേട്ടക്കാരനിൽ നിന്ന് സുരക്ഷ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടല്ലേ വേണ്ടത്? വ്യക്തമാണ്. കാരണം ഞാൻ പറയുന്നത്, പക്ഷെ എന്നാൽ പോലും നമുക്ക് നമ്മളുടെ നിയമത്തിനൊരു വഴിയുണ്ടല്ലോ. അപ്പൊ ആ വഴി കൂടെ നമ്മൾ നടക്കാൻ തയ്യാറാവണം. കാരണം ബേസിക്കലി അവർ അന്വേഷിക്കുന്ന സമയത്ത് ഈ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക അല്ലല്ലോ, അവർ അന്വേഷിച്ച് വരികയല്ലേ ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടി ഒരു പിന്നെ എന്താ സത്യസന്ധമായ ഒരു അന്വേഷണം തന്നെ നടക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനൊരു ഗൗരവം തരും. അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അങ്ങനെ ഒരു ഇത് പഴയ കാലം അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ ഒരു സ്വാതന്ത്ര്യ സമരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഈ പറയുന്ന പുതിയൊരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നത് തന്നെ വലിയൊരു സമ്മർദ്ദത്തിന്റെ പുറത്താണ്. അപ്പൊ അവർ പറയാനുള്ളത് അവർക്ക് കൊടുക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഈ അന്വേഷണമേ നടക്കൂല. തെളിവ് കൊടുക്കട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പിന്നെ എന്താ തെളിവെല്ലാം അവർ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിനകത്ത് ആരോ പറഞ്ഞതാണ്, ഇതിനകത്ത് സിനിമയെ പോലും ഇല്ലാത്തവരാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ശ്രീ സജി നന്ദിയാട്ടിന്റെ ഒരു പ്രസംഗത്തിൽ കേട്ടത്. അങ്ങനെ ഒരു മുഖമില്ലാത്തവരൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇതിന് അന്വേഷണം നടക്കട്ടെ. അതിനകത്ത് പറയാനുള്ളവരുടെ അന്വേഷണം കേട്ടിട്ട് എന്നിട്ട് നടപടി മതി. ശ്രീമതി മാലാ പാർവതിക്ക് അറിയാമായിരിക്കുമല്ലോ, കുറച്ചുപേരെങ്കിലും അറിയാമായിരിക്കുമല്ലോ, ഈ മൊഴി കൊടുത്ത സ്ത്രീകളിൽ കുറച്ചുപേരുമായെങ്കിലും കോൺടാക്ട് ഉണ്ടാകുമല്ലോ. അവരുടെ ഒന്നും പേര് വെളിപ്പെടുത്തണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർ ഈ ഒരു നിയമ നടപടികളിലേക്ക് നീങ്ങുമ്പോൾ, ഇങ്ങനെ വന്ന് അന്വേഷണ സംഘം ചോദിക്കുമ്പോൾ അതിനോടൊക്കെ സംസാരിക്കാൻ തയ്യാറായി നിൽക്കുന്ന, ഇപ്പോഴും ഈ സിനിമയോടും അല്ലെങ്കിൽ ഈ കലാമേഖലയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതുമായ ആളുകളാണോ? എനിക്ക് അങ്ങനെ അത് പറയാൻ ഉള്ള ഒരു ഇതില്ല. ഹേമ കമ്മിറ്റിയിൽ 62 പേര് പറഞ്ഞു എന്ന് എനിക്കറിയാം, കുറച്ച് പേര് പറഞ്ഞതായിട്ടും എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു മൊഴി കൊടുത്ത ആളാണ്. അപ്പൊ ഇവര് പരാതി ഇപ്പൊ എന്നോട് കാരവന്റെ ഇഷ്യൂ ചോദിച്ചിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആണ് ചോദിച്ചത്. അപ്പൊ ഇവര് ചോദിച്ച സമയത്ത് നമ്മളോട് തെളിവ് ചോദിച്ചിരുന്നു. നിങ്ങൾ കാരവനിൽ കൊടുത്തു, നിങ്ങൾ വാടകയ്ക്ക് എടുത്തു എന്ന് പറഞ്ഞു. അതിന്റെ ബില്ല് എവിടെ? നിങ്ങളാണോ പൈസ കൊടുത്തത്? ഇങ്ങനെ ഓരോന്നിനും തെളിവ് ചോദിച്ചാണ് അവർ എൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ അന്വേഷണത്തിൽ വളരെ കൃത്യമായ വിത്ത് എവിഡൻസ് ആണ് അവർ മാർക്ക് ചെയ്തത്. അല്ലാതെ ചുമ്മാ പറഞ്ഞൊന്നും അവർ എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് തീർച്ചയായും ആ എടുത്തിരിക്കുന്ന തെളിവുകൾ, അത് എക്സിബിറ്റ്സ് ആയി C1 to C24 എന്ന് പറയുന്നത് ഈ വാട്സാപ്പ് ചാറ്റുകൾ, അതോടൊപ്പം തന്നെ വീഡിയോ, ഓഡിയോ ക്ലിപ്സ് അതെല്ലാം ഉണ്ട് എന്ന് കമ്മിറ്റി ആദ്യത്തെ അവരുടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ആവർത്തിച്ച് ഉറപ്പാക്കിയതാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ തെളിവുകൾ അവിടെയുണ്ട്. ഇനിയിപ്പോൾ ആ തെളിവ് കൊടുത്ത, മൊഴി കൊടുത്ത ആളുകൾ ആ മൊഴിയിൽ ഉറച്ചു നിന്നാൽ മാത്രം മതി. അത് നിൽക്കുമായിരിക്കും ഡെഫിനറ്റ്ലി. അങ്ങനെ ഒരു കൺവിക്ഷൻ ഉള്ളവരും ആണല്ലോ ഇവിടെ പോയത്. അല്ലാത്തവര് ഇങ്ങനെ ഒരു സംഭവം നടന്നവര് അറിഞ്ഞിട്ടേ ഇല്ലെന്നല്ലേ പറയാം. അവർക്കുള്ള അതെ, ഇങ്ങനെയൊന്നില്ല. ഇതെല്ലാം ചിലർക്ക് വേണ്ടി. ഇപ്പോൾ ഫെഫ്കയുടെ ആ ഒരു 10 പേജുള്ള കത്ത് ശ്രീമതി മാലാ പാർവതി കണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഈ ചില ആളുകളെ മാത്രമേ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചുള്ളൂ എന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് ഹേമ കമ്മിറ്റി ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടിരുന്നു, ആർക്ക് വേണമെങ്കിലും വന്ന് മൊഴി നൽകാം, ഇവിടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. 100%. അപ്പൊ പത്രത്തിലിട്ടിരുന്നു, ഇന്ന സ്ഥലത്താണ് ഞങ്ങൾ വരുന്നതെന്ന് അറിയിച്ചിരുന്നു. എല്ലാവരോടും പറഞ്ഞിരുന്നു, എല്ലാ സംഘടനകളെയും അറിയിച്ചിരുന്നു. അവരറിയാത്ത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫെഫ്ക പറയുന്നത് അവർ കുറെ പേരുടെ നമ്പർ കൊടുത്തു. 600 സ്ത്രീകളുണ്ട് ഫെഫ്കയുടെ ഭാഗമായി. അതിൽ 10 പേരോടോ മാത്രമാണ് ചോദിച്ചത്. പിന്നെ അവർ നമ്പർ കൊടുത്തതിൽ നിന്ന് ഒരാളെ വിളിച്ചുള്ളൂ എന്നൊക്കെ ഇന്ന് ഫെഫ്കയുടെ B ഉണ്ണികൃഷ്ണൻ എഴുതിയ ഒരു കത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഫെഫ്കയുടെ മറ്റ് യൂണിയനുകൾക്ക്, ജനറൽ സെക്രട്ടറിമാർക്ക് കൊടുത്ത കത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്കറിയില്ല. അതായത് നമ്മളിപ്പോ ഒരു സംഘടന, ഇപ്പം എന്താ കോസ്റ്റ്യൂമിലെ സംഘടന, അല്ലെ ഇന്ന പിന്നെ ഹെയറിലെ, അവരുടെ ഹെഡിനോട് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തമാണ് എല്ലാവരെയും വിളിച്ച് പറയുക എന്നുള്ളത്, അല്ലേ? അതെ.
അന്നേരം നമ്മൾ പത്രം വായിക്കണം. ഹേമ കമ്മിറ്റി അങ്ങോട്ട് വിളിച്ചില്ല, എല്ലാവരെയും അങ്ങോട്ട് വിളിച്ചില്ല എന്നതൊക്കെയാണ് ഇപ്പോൾ ന്യായത്തിന് വേണ്ടി പറയുന്നത്. ഞാനതൊന്ന് ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ ശ്രീമതി മാലാപാർവതി. ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് തോന്നുന്നില്ല, എനിക്കത് ന്യായമായിട്ട് തോന്നുന്നില്ല. ഇനിയിപ്പോ ഇന്ന് ഞാൻ കേട്ടു അത് ഒരു വിശദമായിട്ട് ഇനി ഹേമ കമ്മിറ്റി നടത്തട്ടെ, എല്ലാരോടും ചോദിക്കണം. എന്തായാലും ഇത്രയായില്ലേ, ഇനിയിപ്പോൾ ഇതിന്റെ അറ്റം കണ്ടിട്ട് നിർത്തിയാൽ മതി അല്ലേ? 1 കോടി രൂപ ചെലവാക്കി നടത്തിയതേ ഇത് പോലെ ഇനി ഒരു കമ്മിറ്റി കൊണ്ട് ഞങ്ങളും കൂടെ പറയാമെന്നൊക്കെ. അപ്പൊ ഇതുവരെ ഇവര് സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല ഇത്രയും നാളായിട്ട്. അല്ല, ഇത്രയും തലകൾ ഉരുളുമെന്ന് അവർ കരുതിയിരുന്നില്ല. പേരിനൊരു അന്വേഷണമായിരിക്കും അവർ കരുതിയത്. അവര് വിചാരിച്ച പേരിന് എന്തോന്നോ ഒരു ഹേമ അതാര് എന്നൊക്കെ ഉള്ള ലൈനിലായിരുന്നു തോന്നുന്നു. ഇനിയിപ്പോൾ എന്തായാലും കാര്യങ്ങൾ ചിത്രമൊക്കെ വ്യക്തമായിട്ടുണ്ട്. പലരും ഇപ്പോൾ പ്രതികരിക്കുന്ന പോലുമില്ല, പലരെയും കാണാൻ പോലുമില്ല ശ്രീമതി മാലാപാർവതി. ഞങ്ങൾ പലരെയും തിരയുന്നുണ്ട്, പലരും പലയിടങ്ങളിലും ഒളിച്ചിരിക്കുകയാണ്. എവിടെ ഒളിച്ചിരിക്കും? എനിക്ക് എങ്ങനെയൊന്നും ഒളിച്ചിരിക്കും. പ്രതികരണങ്ങൾ കാണുന്നില്ലല്ലോ, പ്രതികരണങ്ങൾ പലരും പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇതൊക്കെ നിന്നു പോകുന്നു വിചാരിച്ചിട്ടാണ്. ഇത് ബേസിക്കലി ഇത് ആരുടെയും പ്രതികരണം ആവശ്യമുള്ള ഒരു കാര്യമല്ല. ഈ വാർത്തകൾ തന്നെ ധാരാളമല്ലേ. നമ്മൾ അതിൽ തന്നെ തുടരുകയാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നിങ്ങൾ ചെയ്യുന്നുണ്ട് ശരിക്കും, സീരിയസ്ലി ഭയങ്കരമായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വേവാണ്, ന്യൂ വേവാണ്. ഞാനിന്ന് പറഞ്ഞത് പാർവതി തിരുവോത്തിനെ പോലെ പെൺകുട്ടി ജീവിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കാൻ കഴിയുന്നത് എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു ഇത്രയും ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരാള് അവരെന്തൊരു പ്രതിരോധമാണ് അവർ സൃഷ്ടിക്കുക, എന്തൊരു പ്രതിരോധമാണ്. ഞാൻ ശരിക്കും ഞാൻ ഉൾപ്പെടെ ഞാൻ പറയും ഒരു വല്ലാത്ത ഈ സിസ്റ്റത്തിന്റെ ഒരു അടിമത്തമുള്ള ഒരാളാണ് ഞാനൊക്കെ. എന്ന് വെച്ചാൽ ഒരു പഴയ ജനറേഷന്റെ ആണ്, ഞങ്ങളുടെയൊക്കെ വളർത്തിയതിന്റെ സാഹചര്യമൊക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മൾ ആശങ്കപ്പെടും. ഒന്നത് ഞാൻ സംസാരിക്കുന്ന ആള് തന്നെയാണ്, പക്ഷെ ആദ്യം ഒന്ന് ഞെട്ടി കുറച്ചു നേരമൊക്കെ കരഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കി പിന്നെയാണ് ഞാൻ കാരണം ഈ പേട്രിയാർക്കിയുടെ ക്ലച്ചസിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഭയങ്കര പാടാ. അങ്ങനെ എളുപ്പമേ അല്ല. ഞാനൊന്നും അങ്ങനെ ക്ലച്ചസിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഒരാളല്ല. ശരിക്കും എനിക്കൊക്കെ നല്ല പേടിയും ഭയവും വിഷമവും വെപ്രാളവും ഭീതിയും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സംസാരിക്കുമ്പോൾ എനിക്കതാണ് മനസ്സിലാവുന്നത്. ഇത് ഞാൻ ഇങ്ങനെ പറയും, പക്ഷെ ആക്ച്വലി എനിക്കുണ്ട്. പക്ഷെ ഈ കുട്ടിയൊക്കെ സംസാരിക്കുമ്പോൾ ഇതിന്റെ ഒരു ക്ലാരിറ്റി ഒക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഉർവശിയോട് ഞാൻ ചോദിക്കായിരുന്നു, ഉർവശി ഒരു സിനിമയിൽ പാർവതി തിരുവോത്തിന്റെ കൂടെ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി വന്ന് പ്രസ് കോൺഫറൻസ് നടത്തിയത്. ഈ പറയുന്ന അത് ഒരു എന്താ പറയാ, അതിങ്ങനെ ഒരു പകരുന്നതാണ്. അത്രയും ഒരു ഉള്ളൊഴുക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി വന്ന് പ്രസ് കോൺഫറൻസ് നടത്തി. എന്നുവെച്ചാൽ ആ കുട്ടിയുടെ ആർജവമാണ് കേട്ടോ അത്. അതെ ഉർവശി ചേച്ചി ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോഴും എന്നോട് സംസാരിക്കുമ്പോ പറയുന്നു, നമ്മൾ അവർക്കൊപ്പം നിൽക്കണം, നമ്മൾ അവർക്കൊപ്പം അല്ലേ നിൽക്കേണ്ടത്. നിൽക്കണം. പിന്നെ അത് ഞാൻ ഉണ്ടെന്നാ പറയാം. ചേച്ചി പറഞ്ഞു ഇനി എനിക്കെന്തോ നോക്കാനാ മോളെ, ഞാൻ എന്തോ നോക്കാനാ, ഞാൻ വരും, ഞാൻ വന്ന് പറയും, ഞാൻ ഇങ്ങനെ മാറണം, ഇത് ഇനി വേണ്ട ഇങ്ങനെ എന്നൊക്കെ പറയുക. അപ്പൊ അത് എനിക്ക് പാർവതിയോട് എന്തൊരു ബഹുമാനമാണെന്നറിയാവോ എന്നൊക്കെ പറയാം. ആ കൊച്ചത്തിന് വിളിക്കുക എന്നൊക്കെ പറയാം. അപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷം. പക്ഷെ അങ്ങനെ ഒരു പാർവതിയെ തിരുവോത്ത് എന്റെ ഭഗവാനെ എന്തൊരു കൊച്ചാ. സങ്കലാരൊക്കെ കണ്ട് നമ്മളിങ്ങനെ എന്ത് പ്രൗഡാണ്. ഈ കാലഘട്ടത്തിലാണല്ലോ നമ്മളെ ജീവിക്കുന്നത്. സത്യത്തിൽ എന്റെ 7 അയലത്ത് വെക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, പക്ഷെ എന്നാലും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് എനിക്ക് ഭയങ്കര പ്രൗഡാണ്. നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറുമ്പോൾ അതിനൊപ്പം ഐക്യപ്പെടുമ്പോൾ അതും ശരിയാകും. ആ നേരത്തെ പാട്രിയാർക്കിയുടെ ക്ലച്ചസിലായിരുന്നു എന്ന് കരുതി അതേക്കുറിച്ച് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴെന്തായാലും ക്ലച്ചസ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു തരത്തിലാണ്. നമ്മൾ പെട്ടെന്ന് പേടിയാവോ, മനസ്സിലായോ? എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ആശങ്കപ്പെടും, അയ്യോ അത് പറഞ്ഞത് കുഴപ്പമായോ, കൺഫ്യൂഷൻ. ഈ ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ട്. അത് ഞങ്ങളുടെയൊക്കെ വളർത്തിയതിന്റെയും ഒക്കെ ഒരു പ്രശ്നമാണ്. പക്ഷെ ഈ നിർഭയത്വം, ഈ ഷെയിം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച്, നെയിം ചെയ്യുക, ഷെയിം ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അതൊക്കെ തെറ്റാണ്. കാരണം അവരുടെ ജീവിതം കൂടെ ഇല്ലേ, അവർക്ക് ആളുകളില്ലേ, അവർക്ക് വീട്ടുകാരില്ലേ എന്നൊക്കെ പറയുന്ന ഒരു ഞങ്ങൾ വേറൊരു തരം എന്താ ബ്രിങ്ങിങ് അപ്പിന്റെ ഞങ്ങളെയൊക്കെ വളർത്തിയതിന്റെ രീതിയാണ്. അയ്യോ അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കരുത് അങ്ങനെ. അപ്പൊ ഇവര് വളരെ വ്യക്തതയോടെ രാഷ്ട്രീയം പറയുന്നു. പുതിയൊരു തലമുറയ്ക്ക് വേണ്ടി നമ്മളൊരു പുതിയ ലോകം സൃഷ്ടിക്കണം എന്നുള്ള പറയുന്ന ഒരു സമരം മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ ഇൻ ഓവാണ് ശരിക്കും. WCCയോടും മാധ്യമങ്ങളോടും ശരിക്കും നമ്മളെല്ലാം കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച് നമ്മളോട് റെസ്പോണ്ട് ചെയ്തതിന്. താങ്ക് യു ചേച്ചി.